മനം നിറയുന്ന സന്തോഷവും ഹൃദയം നിറഞ്ഞ അഭിമാനത്തോടും കൂടിയാണ് തണലിന്റെ ഇത്തരം ഓരോ ചുവടിലേക്കും നമ്മൾ ഒരുമിച്ച് നടക്കുന്നത്. ഞാനൊരു കാര്യം ഇദ്രീസ് ഡോക്ടർ മുമ്പ് പങ്കെടുത്തൊരു പരിപാടിയിലും പങ്കെടുക്കാത്ത തണലിന്റെ പരിപാടിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരാണോ ഈ പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഒരു പേര് നിർദ്ദേശിച്ചത് അത് തന്നെയാണ് ഈ നാടിന് ഈ തണൽ എന്ന പ്രസ്ഥാനം എന്നുള്ള കാര്യത്തിന് ആർക്കും സംശയം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നതും ഡോക്ടറോട് പലപ്പോഴും സംസാരിക്കുമ്പോഴാണ്. ഒരു കഥ ഡോക്ടർ തന്നെ പറഞ്ഞത്, രക്ഷിതാക്കൾ മക്കളുടെ ജീവൻ എടുക്കേണ്ടി വരുന്നത് സ്നേഹക്കുറവ് കൊണ്ടാണ് എന്ന് നമ്മൾ ധരിച്ചു പോകരുത്. കാരണം അങ്ങനെയായിരുന്നെങ്കിൽ അത് അവർക്ക് എന്നേ ആവാമായിരുന്നു. അവരുടെ കൈകളിലേക്ക് കുഞ്ഞുങ്ങൾ വന്ന സമയത്ത്, കാലത്ത്, തുടക്കത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ, പക്ഷെ അവിടുന്ന് അവർ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അവർ വളർത്തി വലുതാക്കാൻ നോക്കി. ഒരു പരിധി വരെ അവരെ വളർത്തി വലുതാക്കിയെത്തി അവരുടെ കയ്യിൽ നിന്ന് പോയി അവരെ കൊണ്ടാവില്ല എന്ന് പറയുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കുടുംബത്തിന് ഞാൻ നേരിട്ട് ചെന്നപ്പോൾ അവിടെ 40 വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ആ കുട്ടിക്ക് ചുറ്റുവട്ടത്തിരിക്കുന്ന ആളുകളെ അറിയില്ല. അതിന് ശാരീരിക വളർച്ചയും ആളുകളെ അറിയില്ല. ചിലപ്പോൾ ചൂടെടുക്കുക മറ്റോ ചെയ്യുമ്പോൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഒറ്റയടിക്ക് കീറിക്കളയും. അപ്പോൾ പുറത്തുള്ള ഒരാളുമായി കുട്ടിയെ കാണാനും പുറത്തുള്ള ആളുകൾക്ക് വീടിനകത്ത് വരാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമൊക്കെ നിഷേധിക്കപ്പെട്ടിട്ട് ഒറ്റ മോളാണ്. ആ പ്രായമായ അച്ഛൻ്റെ വയസ്സ് 70-നോടടുത്തു, അമ്മ 60 ചില്ലാനും വയസ്സായി. ഞങ്ങളുടെ കഴിഞ്ഞാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ വിറങ്ങലിച്ചു പോയ രക്ഷിതാക്കൾ അവരുടെ പ്രയാസം നേരിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ തരിച്ചു നിന്ന് പോയിട്ടുണ്ട്. ഡോക്ടർ തന്നെ പറഞ്ഞൊരു കഥ, എന്നെ ഒഴിച്ചിട്ടല്ലേ പിന്നെ അങ്ങനെ വരെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ആളുകൾ മാറുന്നത്. പറയുന്നത് പോലെ നമുക്കൊന്നും മനസ്സിലാവാത്ത തരത്തിൽ ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൻ്റെ മുതലെ ആകെ കരിനിഴൽ വീഴ്ത്തുമ്പോൾ നമുക്കിടയിൽ നിന്ന് ഭിന്നശേഷിക്കാരനായതിൻ്റെ പേരിൽ അവർ കുടുംബത്തിനും സമൂഹത്തിനും ഒരു ബാധ്യതയല്ല എന്ന് അവരെ ഒപ്പം നിന്ന് ബോധ്യപ്പെടുത്താൻ എടുക്കുന്ന ഓരോ ചുവടും തണൽ എന്ന പ്രസ്ഥാനത്തിൻ്റെ മാഹാത്മ്യമാണ് നമുക്കിടയിൽ വിളിച്ചോതുന്നത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണം. ഇപ്പം ഇതവിടെ 8 വീടുകളിൽ 48ഓളം കുട്ടികൾക്ക്, ആരോരുമില്ലാത്ത 48ഓളം കുട്ടികളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ കൂടെ ഞങ്ങളുണ്ടെന്നൊരു നാടിൻ്റെ പ്രഖ്യാപനമല്ലേ ഇത്. ഇന്ന് കാലത്ത് മുതൽ ഇവിടേക്ക് ഒഴുകി വന്ന ആയിരക്കണക്കിനായ ആളുകൾ, അവരെല്ലാവരും ലക്ഷപ്രഭുക്കന്മാരല്ല, അവരെല്ലാവരും കോടീശ്വരന്മാരല്ല, അവരെല്ലാവരും ജീവിതത്തിൽ അവരുടെ പ്രയാസങ്ങൾ തീർന്നവരല്ല, അവരെല്ലാവരും അവരുടെ എല്ലാ ബുദ്ധിമുട്ടും തീർന്നിട്ട് ഇനി ആരെങ്കിലും സഹായിക്കാൻ കാത്തു നിൽക്കുന്നവരല്ല. എൻ്റെ സ്വർണം പണയം വെച്ചതുണ്ട്, എൻ്റെ വീടിൻ്റെ ലോണുണ്ട്, എൻ്റെ മകൻ്റെ ജോലിയുടെ പ്രശ്നമുണ്ട്, എൻ്റെ മകളുടെ കല്യാണമുണ്ട്, വീടെന്ന സ്വപ്നം ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല, ഒരു വാഹനം ഇതുവരെ വാങ്ങിയിട്ടില്ല, വാഹനം വാങ്ങണമെന്നുണ്ട്, കുട്ടിയെ പഠിപ്പിക്കണമെന്നുണ്ട്, 100 കണക്കിന് ആഗ്രഹങ്ങൾ അവിടെ നിൽക്കുമ്പോഴും ഞാൻ കുടിക്കുന്ന ചായ കൊണ്ട് ആരോരുമില്ലാത്തൊരു പെൺകുട്ടിക്ക് ഒരു തണലൊരുങ്ങുമെങ്കിൽ, ഒരു കൂടൊരുങ്ങുമെങ്കിൽ അതെന്റെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിയുന്ന ഒരു ജനതയാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു വലിയ സ്വപ്നം, അതാണ് ഇവിടെ ഇന്ന് ശിലപാകുന്നത്. ആ സ്വപ്നത്തിനാണ് ഇവിടെ ഇന്ന് ജീവൻ വെക്കുന്നത്. അത് ഡോക്ടർ പറഞ്ഞു വെച്ചൊരു വാചകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാനും ഉൾക്കൊള്ളും. അതൊരു സ്വപ്നം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങിപ്പോവാതിരിക്കാൻ, ഇങ്ങനെ ഒരു ദുരന്ത വാർത്ത കേരളത്തിൽ എവിടെ നിന്നും ഇനി കേൾക്കാതിരിക്കാൻ, കേരളത്തിൽ ഇനിയുള്ള ഗവൺമെന്റിന്റെ മുന്നിൽ അത്തരം കാര്യങ്ങളെ ഗൗരവത്തോടെ അവതരിപ്പിക്കാനും ആ കാര്യങ്ങളെ നടപടികളിലേക്ക് എത്തിക്കാനും സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനും ഞാൻ എൻ്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്തുള്ളൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത്തരം തീരുമാനങ്ങൾ ഗവൺമെന്റ് എടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രേരക ശക്തിയായി പ്രവർത്തിക്കുന്നവരുടെ പട്ടികയിൽ ഡോക്ടറും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വ്യക്തിപരമായി പറയല്ല, പക്ഷെ തണലിൻ്റെ പ്രവർത്തനങ്ങളും അതിന് നിങ്ങളെല്ലാവരും കൊടുക്കുന്ന പിന്തുണയും ഇവിടുത്തെ തണലിൻ്റെ ഓരോ പ്രദേശത്തെയും തണലിൻ്റെ ടീമാശ നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും മാതൃകാപരമാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇത് വടകരയുടെ, പേരാമ്പ്രയുടെ, ഈ പ്രദേശത്തിൻ്റെ, പന്തിരിക്കരയുടെയൊക്കെ ഒരു ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തി കാണിക്കാനുള്ള മാതൃകയാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട. ജീവിതം മുഴുവൻ അവനവൻ്റെ കാര്യം മാത്രമല്ല, ജീവിതം ചുറ്റുപാടുമുള്ളവൻ്റെ കാര്യം കൂടിയാണ്, അവർക്ക് വേണ്ടിയുള്ളത് കൂടിയാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം എന്ന് തെളിയിക്കുകയാണ്. മക്കൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും പറ്റിയാൽ സഹിക്കാൻ കഴിയാവുന്ന ആരെങ്കിലും ആണോ നമ്മുടെ മുമ്പിലുള്ളത്?
ഒന്ന് മുറ്റത്തൊന്ന് വീണിട്ട് കാലിൻ്റെ മുട്ടിലെ തൊലി ഒന്ന് പോയാൽ ഒരു കൊതു കുട്ടിനെ ചെറുതിനെ കടിച്ച് ആവിൻ്റെ കുട്ടിനെ കൊതു അടിച്ചു എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുന്ന അച്ഛനമ്മമാരുള്ള ഉമ്മമാരുള്ള ഉപ്പമാരുള്ള ഒരു നാട്ടിൽ ഭിന്നശേഷിക്കാരായ ആ മക്കൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോകുമ്പോൾ മര്യാദക്കൊരു ജോലിക്ക് പോലും പോയി നോക്കാൻ അവരെ ഓർക്കുക. ആ കുടുംബത്തിന് ചിലപ്പം ജോലിക്ക് പോകാൻ ഒരാൾക്ക് കഴിഞ്ഞില്ല, മുഴുവൻ സമയം അവിടെ നിൽക്കേണ്ടി വരും. ആ സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടാവും. അവരുടെ കാലശേഷം എന്തെന്നുള്ള ആദ്യം ഉണ്ടാവും. ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നെ അവർക്ക് കുട്ടിയോട് ഡോക്ടർ പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹമില്ലാഞ്ഞിട്ടാണെങ്കിൽ അവർക്ക് ഏത് പ്രായത്തിലാവുമായിരുന്നു. ഈ പറയുന്ന 30 കുട്ടികൾ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം, അത് 1 വയസ്സോ 6 മാസമോ 2 വയസ്സോ ഒന്നും അല്ലല്ലോ ഡോക്ടർ. 25-ന്റെയും 30-ന്റെയും ഇടയിൽ എന്ന് പറയുമ്പോൾ 25-30 കൊല്ലം ആ വയ്യാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് നടന്നവരാണവർ, തോളിൽ കൊണ്ട് നടന്നവരാണ്, മടിയിലിരുത്തിയവരാണ്. അവസാനം അവനവന്റെ പ്രായം കൂടി ഈ കുട്ടികളുടെ ശരീരഭാരം കൂടുമ്പോൾ എടുത്ത് തോളിലോ മടിയിലോ വെക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിലും സ്വന്തമായിട്ടൊരു വണ്ടി പോലും ഇല്ലാത്തൊരു വീട്ടിലൊരു സ്ഥലത്തേക്ക് അയക്കാൻ കഴിയാതെ പോകുമ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ബഡ്സ് സ്കൂളുകളും മറ്റും അതൊക്കെ ഒരു ഏജിൽ അവസാനിച്ചു പോകുമ്പോഴും ഇനി എന്തെന്ന് ആലോചിക്കുന്നവർ, ആശങ്കപ്പെടുന്നവർ, ഒരു രാത്രി കണ്ണടച്ചുറങ്ങാൻ കഴിയാത്തവർ, അവരുടെ മുമ്പിൽ ജനങ്ങളുണ്ട്, തണലുണ്ട് എന്ന പ്രഖ്യാപനമാണ് നിങ്ങളിവിടെ നടത്തുന്നത്. ഇത് തന്നെയാണ് നാടിൻ്റെ സൗന്ദര്യം. ഇതിന് ജാതിയുടെ വേർതിരിവുകളുണ്ടോ? ഇതിന് മതത്തിൻ്റെ പരിമിതികളുണ്ടോ? എല്ലാ ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് മനുഷ്യനിലേക്ക് നോക്കാൻ മനുഷ്യർക്ക് തണലൊരുക്കുമ്പോൾ അതിനോട് കൂടെ നടക്കാൻ തീരുമാനിച്ച നിങ്ങൾക്ക് 1000 നന്ദി നാടിൻ്റെ പേരിൽ അറിയിക്കുന്നു. ഡോക്ടർ പറഞ്ഞതുപോലെ ഇനി ഒരു വാർത്ത അത്തരത്തിൽ കേരളം കേൾക്കേണ്ടി വരാതിരിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള ഇടപെടലുകൾ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാവശ്യപ്പെടുന്നവരുടെ പട്ടികയിൽ നിങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചൊരു എളിയ ജനപ്രതിനിധി എന്ന നിലക്കുണ്ടായിരിക്കും എന്നുള്ളത് കൂടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നു. ഇപ്പോൾ 48 ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കൾക്ക് കൂടെ ഒരുങ്ങുമ്പോൾ ഉറപ്പായിട്ടും ഒരു കാര്യം ആവശ്യമായിട്ട് വരും. അതിപ്പോൾ ഇവിടുത്തെ ഈ കുട്ടികൾക്കും കുറ്റ്യാടിയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ കുട്ടികളുടെ വരവും പോക്കും ട്രാൻസ്പോർട്ടേഷനും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും. അതിന് വണ്ടി തണൽ വേറെ തിരയണ്ട. അതിൻ്റെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. കയ്യടിക്കണ്ട, എനിക്കല്ല കയ്യടി. വണ്ടി തരാൻ പോകുന്നത് ജനങ്ങളാണ്. MP ഫണ്ടിൽ നിന്ന് അത് അനുവദിക്കും. MP ഫണ്ട് എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഫണ്ടാണ്, ജനങ്ങളുടെ പൈസയാണ്. അതിൽ നിന്ന് അനുവദിക്കും. അത് ആവശ്യമായ ഘട്ടത്തിൽ ഒരു അറിയിപ്പ് തീർച്ചയായിട്ടും നൽകണം എന്നുള്ളത് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ബാക്കി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ഒഴുക്കാണ്, സത്യം പറഞ്ഞത് ഒരു മാതൃകയാണ്. എനിക്കൊരു അവസരം കിട്ടുമ്പോൾ, ഇനി ഡൽഹിയിലൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ജനങ്ങൾ എങ്ങനെ ഈ നാടിനെ നിലനിർത്തുന്നു എന്നുള്ളതിൻ്റെ മാതൃക പാർലമെന്റിനകത്തും പുറത്തും പറയും എന്നുള്ളത് കൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാലത്ത് മുതൽ ഇവിടെ 10 മണി 9 മണി എന്നൊക്കെ പറഞ്ഞു, പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ ആളുകൾ വന്നു. 5 മണി എന്ന് പറഞ്ഞ് ഇപ്പോഴും തീർന്നിട്ടില്ല. ആളുകളുടെ ഒഴുക്കാണ്, അത് സ്നേഹത്തിൻ്റെ ഒഴുക്കാണ്. അത് ഇടവതടവില്ലാതെ ഒഴുകട്ടെ നമ്മുടെ മണ്ണിൽ, നമ്മുടെ നാട്ടിൽ. അത് ഈ നാടിനെ സംരക്ഷിച്ചു പിടിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആശംസിച്ച് ഒരിക്കൽ കൂടി തണലിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ച്, നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എല്ലാവർക്കും സ്നേഹാശംസകൾ നേരുന്നു.